നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇന്നത്തെ നിഫ്റ്റിയിലേക്ക് വന്നാൽ വളരെ ഗംഭീരമായ റിക്കവറി നടന്ന ഒരു ദിവസം കൂടിയാണിന്ന്. 24,824 എന്ന ലോ ആദ്യ മണിക്കൂറിൽ തന്നെ ടച്ച് ചെയ്ത നിഫ്റ്റി പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞ നല്ലൊരു റിവേഴ്സൽ തന്നെയായിരുന്നു. പിന്നീട് 25,000 മുകളിലായി ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് ഡൗൺ ആവുകയായിരുന്നു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 24,972 140 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് 24,850 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യമായിട്ട് 24,800 മുതൽ 850 വരെയുള്ള ആ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ നമുക്ക് കിട്ടിയത്. ഇന്ന് നന്നായി പെർഫോം ചെയ്ത സെക്ടർ നോക്കുകയാണെങ്കിൽ ഒന്ന് മീഡിയ ആയിരുന്നു, രണ്ടാമത്തേത് ഡിഫൻസ്, മൂന്നാമത്തേത് മെറ്റൽ സെക്ടറുമായിരുന്നു. ഏതായാലും ഈ സെക്ടറുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പറയാം. ഈ സെക്ടറുകളിൽ ഏതൊക്കെ സെക്ടറുകളാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടത് എന്ന് കൂടി നമുക്കൊന്ന് പറയാം. ഇന്ന് ലൂസേഴ്സായി മാറിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT, ഓട്ടോ, FMCG ഇവയൊക്കെ ആയിരുന്നു. NSEയിൽ നന്നായി പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് ട്രെൻഡായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സ്, ഹിൻഡാൽകോ, ബജാജ് ഫിനാൻസ് എന്നിവയും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. ആദ്യം ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ വീക്ക് തന്നെയായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.13% ഇടിഞ്ഞു. സിംഗപ്പൂർ മാർക്കറ്റ് 0.1% ഇടിഞ്ഞു. തായ്വാൻ മാർക്കറ്റാണ് വലിയ നഷ്ടത്തിലേക്ക് പോയത്, 1.5% ഇടിഞ്ഞപ്പോൾ ജക്കാർത്ത കോമ്പോസിറ്റും ഏകദേശം 2% അടുത്തിടിഞ്ഞു. കോസ്പി മാർക്കറ്റ് 0.24% ഇടിഞ്ഞു. ഹോങ്കോങ് മാർക്കറ്റാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് 0.67%. ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ നെഗറ്റീവിലാണ്, എന്നാൽ US മാർക്കറ്റുകൾ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,970 എന്ന നിലയിലാണ്. അതായത് ഏകദേശം 20 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നാളെ നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. വെറും 799 രൂപയ്ക്ക് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്ടർ വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നിഫ്റ്റി മീഡിയ ആയിരുന്നു. ഏകദേശം 4.39% ഉയർന്നത്. നിഫ്റ്റി മീഡിയയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സി എന്റർടൈൻമെന്റ് ആയിരുന്നു, ഏകദേശം 12% ഉയർന്നു. നസാറ ടെക്നോളജീസ്, നെറ്റ്വർക്ക് 18 തുടങ്ങിയവ ഏകദേശം 4% നേട്ടമുണ്ടാക്കി. PVR ഇനോക്സ്, സരിഗമ ഇന്ത്യ തുടങ്ങിയവയും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സി എന്റർടൈൻമെന്റ് ഏകദേശം 12% ഉയർന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം C5-ൽ നഷ്ടം കുറയ്ക്കാനും കമ്പനി ലാഭത്തിലേക്ക് വരാനും ഉള്ള പദ്ധതികൾ ആലോചിക്കുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ C5-ന് 548 കോടി രൂപയുടെ വലിയ എബിറ്റ നഷ്ടമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള വലിയ നഷ്ടത്തിൽ നിന്ന് ഇനി ബ്രേക്ക് ഈവനിലേക്ക് എത്തും എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. മറ്റൊരു നല്ല നേട്ടമുണ്ടാക്കിയ സെക്ടർ ഡിഫൻസ് ആയിരുന്നു. ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമിച്ചതിനെ തുടർന്ന് പ്രതിരോധ കമ്പനികളുടെ ഓഹരികളാണ് ഇന്ന് ഉയർന്നത്. ഇപ്പോഴത്തെ ഈ ആഗോള പിരിമുറുക്കങ്ങൾക്കിടയിലും നന്നായി പെർഫോം ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഡിഫൻസ് സെക്ടറുകൾ തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കാൻ കാരണമാവുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ സെൻസർ ടെക്നോളജീസ് ഏകദേശം 5%, പാരാസ് ഡിഫൻസ് 5%, ബെല്ലിനെ സംബന്ധിച്ച ഒരു വാർത്ത ഇന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അവർക്കൊരു വലിയ ഓർഡർ ലഭിച്ചത് സംബന്ധിച്ച വാർത്ത പറഞ്ഞു. കൂടെ ഈ ഒരു വാർത്ത കൂടി ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം 3.5% ഉയർന്ന് സെൻസെക്സിലെയും അതുപോലെ നിഫ്റ്റിയിലെയും ടോപ്പ് ഗെയിനേഴ്സിൽ ഒന്നായി മാറി. ഐഡിയ ഫോർജ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 10% ഉയർന്നു. IT സെക്ടർ അതുപോലെ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ കൃത്യമായി ആക്സെഞ്ചർ ഏകദേശം 7% വെള്ളിയാഴ്ച ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ADRൽ ഇൻഫോസിസ് ADR ഏകദേശം 3% ഒക്കെ ഇടിഞ്ഞിരുന്നു. വിപ്രോ 0.33% ഇടിഞ്ഞത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇൻഫോസിസ് ഇന്ന് ഏകദേശം 2% ഇടിഞ്ഞു. TCS 1.27% ഇടിഞ്ഞു. അതുപോലെ വിപ്രോയും ഏകദേശം 1% മുകളിൽ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല നേട്ടമുണ്ടാക്കിയ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ NBCC 297 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതോടെ സ്റ്റോക്ക് 2% ഉയർന്നു. ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നെങ്കിലും അതുകൂടാതെ 147 കോടി രൂപയുടെ പുതിയൊരു ഡിഫൻസ് ഓർഡർ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് ലഭിച്ചതോടുകൂടിയാണ് ഐഡിയ ഫോർജ് ഏകദേശം 10% ഉയർന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടി പറയാനുള്ളത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് ഡെറിവേറ്റീവുകളുടെ കാലാവധി പുതുക്കിയതായി പ്രഖ്യാപിച്ചു. 2025 ഓഗസ്റ്റ് 28 മുതൽ പ്രാബല്യത്തിൽ വരുന്ന എല്ലാ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്നിവയുടെ കാലാവധി വ്യാഴാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റും. അപ്പോൾ ഓഗസ്റ്റ് 28 മുതൽ
എക്സ്പയറിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും നാളെയും ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളുമാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ടെൻഷനുകൾക്കിടയിലും നല്ല ബുള്ളിഷായിട്ട് കാണുന്നത് ഡിഫൻസ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ എല്ലാവരും പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച് അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. റെഗുലർ ബാച്ചിന് പുറമെ വീക്കെൻഡ് ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.